പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നേ ദിവസം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. അനുദിനം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് നിരന്തരം കടന്നു വന്ന് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും കർത്താവിൻ്റെ സന്നിധി നന്ദി ഉള്ളവരായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നതും ഈ ഒരു സമയമായിരിക്കാം. അതിനാൽ ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ കർത്താവിന് നന്ദി പറയുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അവർ കടലിൻ്റെ മറുകരയിൽ ഗെരസേനരുടെ നാട്ടിലെത്തി. ആ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൻ. ഞങ്ങൾ അനേകം പേരുണ്ട്, തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിക്കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവൾ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരം അറിയിച്ചു. സംഭവിച്ചത് എന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടപ്പോൾ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വായിച്ചു കേട്ട വചനഭാഗത്തിൽ കർത്താവ് ഒരു വ്യക്തിയെ പിശാച് ബാധിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പൂർണ്ണമായ വിടുതൽ നൽകുകയാണ്. തുടക്കത്തിലെ വിവരണത്തിൽ നിന്ന് തന്നെ ആ പിശാച് ബാധിതൻ ആ ഗ്രാമത്തിന് മുഴുവൻ ഒരു അസ്വസ്ഥതയുള്ള ഒരുവനായിരുന്നു എന്നാണ്. കാരണം അവരുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവനെ ശാന്തമാക്കുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല. ഒന്ന് നിയന്ത്രിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥ അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെ ചങ്ങല കൊണ്ടിടുവാനും അതുപോലെ തന്നെ കാലിൽ ബന്ധനം ഏൽപ്പിക്കുവാനൊക്കെ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോഴും പലപ്പോഴും അവർക്ക് സാധിക്കാതെ പോയി. പല അവസരങ്ങളിലും ചങ്ങലയും കാൽവിലങ്ങുമെല്ലാം പൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് അവനെത്തുമായിരുന്നു. ചില അവസരങ്ങളിൽ തന്നെ മുറിവേൽപ്പിക്കുന്ന ഒരു സ്വഭാവവും അവനുണ്ടായിരുന്നു.
അങ്ങനെ എല്ലാ തരത്തിലും ആ ഗ്രാമവാസികൾക്ക് ഇവനൊരു ശല്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അവനെ തളയ്ക്കുവാൻ വേണ്ടി അവർ ഒത്തിരിയേറെ മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നതായി സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് യേശുനാഥൻ കടന്നു ചെന്നപ്പോൾ ആ വ്യക്തിക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഉടനെ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് അവനെ പ്രണമിച്ചു എന്നാണ് വചനം പറയുക. അവൻ്റെ അടുക്കലേക്ക് ഓടി അണഞ്ഞ് അവനെ പ്രണമിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? അതിനുശേഷം പറയുന്നുണ്ട്, ദൈവത്തെ കൊണ്ട് ആണിയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുത്. ആ പിശാച് ബാധിന് പോലും യേശു ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്നതാണ്. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? പ്രിയമുള്ളവരെ, അവനെ അനുഗമിച്ചിരുന്നവർക്ക്, അവൻ്റെ പ്രബോധനങ്ങൾ ശ്രവിച്ചിരുന്നവർക്ക്, അവരിൽ നിന്നും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിഞ്ഞവർക്ക് ഒന്നും യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയപ്പോൾ ഇവിടെ ഒരു സമൂഹത്തിന് മുഴുവൻ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുണ്ടായിരുന്ന ഒരു പിശാച് ബാധിതന് ദൈവത്തിൻ്റെ പുത്രൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തെ കൊണ്ടുപോലും ആണിയിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങളെ നീ പീഡിപ്പിക്കരുത്. എന്തുകൊണ്ടാണ് അവർ അപ്രകാരം ഒരു ആവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നയിക്കുന്നത്? കാരണം ദൈവം ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ട് അവനിൽ നിന്നും പുറത്തു പോകുവാൻ. അവനിലായിരുന്നപ്പോൾ ഒത്തിരിയേറെ സന്തോഷം അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തിയിൽ നിന്നും ഇറങ്ങിപ്പോരുവാൻ അവർക്ക് സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് അവനിൽ തന്നെ തുടരുവാൻ വേണ്ടി ഞങ്ങളെ പീഡിപ്പിക്കരുതേ എന്ന് അവർ യേശുവിൻ്റെ അടുക്കൽ അപേക്ഷിച്ചത്. ഞങ്ങൾ ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് പറയുന്നുണ്ട്, ലഗിയോൻ എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ പിശാച് ബാധിതനായ ആ വ്യക്തിയോട് കർത്താവ് കരുണ കാണിക്കുന്ന ഒരു രംഗമാണ് പിന്നീട് നമ്മൾ കാണുക. അവസാനം ആ പിശാച് ബാധിച്ച ആ വ്യക്തിയിൽ നിന്നും അശുദ്ധാത്മാക്കൾ യേശുവിനോട് ചോദിക്കുന്ന മറ്റൊരു ആവശ്യം, അവിടെ മേയിച്ചുകൊണ്ടിരുന്ന പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്നാണ്. അവരെ ഒത്തിരിയേറെ പരിശ്രമിച്ചു നോക്കി, പക്ഷേ യേശുവിൻ്റെ പക്കൽ നിന്നും അനുകൂലമായ ഒന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി തങ്ങൾക്ക് രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവനോട് ആവശ്യപ്പെട്ടത് ആ പന്നിക്കൂട്ടത്തിലേക്കെങ്കിലും ഞങ്ങളെ അയക്കുക. അവരുടെ ആവശ്യം അംഗീകരിക്കുന്ന യേശുവിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ആ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കിഴുക്കാൻ തൂക്കായ ആ മലമുകളിൽ നിന്നും അവർ കടലിലേക്ക് പതിച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് കണ്ട ആളുകളെല്ലാം പേടിച്ചരണ്ട് തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് ഓടുകയാണ്. ഇതാ അത്ഭുതകരമായ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഇതിനെ എങ്ങനെ വിവരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നിങ്ങളും വന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും കൂട്ടി കടന്നു വരുമ്പോൾ ഇതുവരെ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശല്യമായി തോന്നിയവൻ, നിരന്തരം തങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടവൻ, ഇതാ സുബോധത്തോടെ വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ അടുക്കലിരിക്കുന്നു. മറുവശത്ത് തങ്ങളുടെ പന്നികളെല്ലാം തന്നെ ഇതാ കടലിൽ വീണ് മരിച്ച അവസ്ഥയിലും. ഇത് രണ്ട് കാണുമ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായി. ഒരു കോണിലൂടെ നോക്കുമ്പോൾ തങ്ങൾക്ക് നിരന്തരം ശല്യമായിക്കൊണ്ടിരുന്ന ഒരുവനാണ് ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ അടുക്കലിരിക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും സന്തോഷിക്കേണ്ടതാണ്. ഇതുവരെ തങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം ശല്യമായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇതാ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ചങ്ങല കൊണ്ടും കാൽവിലങ്ങുകൊണ്ടും പോലും ബന്ധിക്കാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തി വളരെ സുബോധത്തോടുകൂടെ യേശുവിൻ്റെ പക്കൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. അതേസമയം തങ്ങളുടെ പന്നികളെല്ലാം ഇതാ മരിച്ചു കിടക്കുന്നു. പ്രിയമുള്ളവരെ, ഉടനെ അവർ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകുക. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവത്തെ നമ്മളെല്ലാവരും എപ്രകാരമായിരിക്കും വിലയിരുത്തുക?
മനുഷ്യനേക്കാൾ ഉപരിയായി മൃഗങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചതുകൊണ്ടാണോ അവർ അപ്രകാരം യേശുവിനോട് പറഞ്ഞത്? യഹൂദരെ സംബന്ധിച്ച് പന്നികൾ എന്ന് പറയുന്നത് നിഷിദ്ധമായ ഒരു കാര്യമാണ്. പന്നിയിറച്ചി അവർ ഒരിക്കലും കഴിക്കാറില്ല. പക്ഷേ വിജാതിയെ സംബന്ധിച്ച് അവർക്ക് വിശിഷ്ടമായൊരു മാംസമാണ് ഈ പന്നിയിറച്ചി. അതുകൊണ്ട് തന്നെ അവർക്ക് വിറ്റുകഴിഞ്ഞാൽ കിട്ടുന്ന വരുമാന മാർഗത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ കൂടിയവർ ചിന്തിച്ചത്. ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ തങ്ങളുടെ മുമ്പിലുണ്ട്. തങ്ങളിൽ ഒരുവനാണ് ഇതുവരെ പിശാച് ബാധിതനായി ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയത്. അതാ ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ സഹോദരൻ സുഖപ്പെട്ടതിനെ ഓർത്ത് സന്തോഷിക്കുന്നതിന് പകരം തങ്ങളുടെ വരുമാന മാർഗങ്ങൾ ഇല്ലാതായല്ലോ എന്ന ഒരു വിഷമമാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ ഇതുപോലെ ലൗകികമായ പല കാര്യങ്ങളും നമുക്കും നഷ്ടമായെന്ന് വരാം. അങ്ങനെയുള്ള അവസരത്തിൽ ഒരുപക്ഷെ ഈ ഗ്രാമവാസികൾ എപ്രകാരമാണോ യേശുവിനോട് ആവശ്യപ്പെട്ടത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കർത്താവിനോട് ഇറങ്ങിപ്പോകുവാൻ നമ്മളും പറയേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ലൗകികമായ വസ്തുക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, യേശു നമ്മളിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇനി മുതൽ ഞാൻ സത്യവും നീതിയും ഉപേക്ഷിച്ച് കളിക്കില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സമ്പാദ്യമായി മാറാവുന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും. നല്ല കൂട്ടുകാരെ മാത്രമേ നമ്മുടെ കൂടെ കൂട്ടാൻ സാധിക്കൂ. ചീത്ത കൂട്ടുകാരിൽ നിന്നും നമ്മൾ പൂർണ്ണമായി അകന്നിരിക്കേണ്ടതായിട്ട് വരും. ചീത്ത മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്നതെല്ലാം പൂർണ്ണമായി നമ്മൾ നിർത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവിടെ ഈ ഗ്രാമവാസികൾ എപ്രകാരമാണോ തങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് നോക്കി തീരുമാനമെടുത്തത്, അതുപോലെ യേശു എനിക്ക് ആവശ്യമാണോ അതോ എൻ്റെ ലൗകികമായ സമ്പത്തിനാണോ ഞാൻ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഇവിടെ യേശുവിനാൽ സുഖം പ്രാപിച്ച തങ്ങളുടെ ഒരു സഹോദരൻ, തൊട്ടപ്പുറത്ത് മരിച്ചു കിടക്കുന്ന പന്നിക്കൂട്ടം, ഇതിൽ ഏതാണ് നീ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ഒരു ചോദ്യം വന്നപ്പോൾ അവർ നോക്കിയത് തങ്ങളുടെ വരുമാന മാർഗത്തിലേക്ക് മാത്രമാണ്. അതേസമയം തങ്ങളുടെയും കൂടി രക്ഷകനാണ് അവിടെ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട് അവർ ലൗകികമായ കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് അങ്ങനെ തന്നെ. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനുഭവിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതിനുവേണ്ടി അത് വിനിയോഗിക്കപ്പെടുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ആനന്ദം കണ്ടെത്തുവാൻ അവന് സാധിക്കുക. അതേസമയം തെറ്റായ മാർഗങ്ങളിലൂടെ ഒരു വ്യക്തി സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം അവന് അനുഭവിക്കുവാൻ സാധിക്കില്ല. പലപ്പോഴും അത് പല രീതിയിൽ അവനിൽ നിന്ന് നഷ്ടമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ അനാവശ്യമായ ആശുപത്രി ചെലവുകളിലൂടെയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് തകർച്ചയിലൂടെയായിരിക്കാം. അങ്ങനെ പല രീതിയിലും നിരന്തരം കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ തിരിച്ചറിയാതെ പോകുന്ന ഞാനിതെല്ലാം സമ്പാദിച്ചത് തെറ്റായ വഴികളിലൂടെയായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അതേസമയം ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായി മാറുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹവും കരുണയും നിരന്തരം അനുഭവിക്കാൻ സാധിക്കുക എന്നതാണ്. അതിനുവേണ്ടി നമുക്കുള്ളതെല്ലാം ആ രീതി വിനിയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു കാര്യവും അതാണ്. പണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സമ്പാദ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ആ ധനികനായ യുവാവ് എപ്രകാരമാണോ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വ്യസനത്തോടെ കടന്നുപോയത്, അതുപോലെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളും ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാണെന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ എനിക്കൊരിക്കലും നഷ്ടമാകാൻ പാടില്ല എന്നൊരു ചിന്ത. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്.
ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചേർത്ത് പിടിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കാം ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നത്. അതിനാൽ ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എന്താണോ എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായിട്ട് ഭാവിക്കുന്നത്, അത് അങ്ങയുടെ പദ്ധതിക്ക് അനുസൃതമായ ഒന്നാണെങ്കിൽ കർത്താവേ അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ മുമ്പിൽ ലൗകികമായ സമ്പത്തിനേക്കാൾ ഉപരിയായി അങ്ങേ സ്വീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഉറച്ച തീരുമാനം നമുക്കെടുക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റേതായിട്ട് മാറുമ്പോഴാണ് പ്രിയമുള്ളവരെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും അത് യഥാർത്ഥ തോതിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.